യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛാ, എന്താടാ? അച്ഛൻ്റെ കയ്യിൽ കാശ് എത്ര ഉണ്ടാവും? എന്തിനാ? എനിക്ക് ഉടനെ ഒരു 10 ലക്ഷം രൂപ വേണം. ഭാവനയുടെ സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അടയ്ക്കാനാ. നിനക്ക് കാർഡ് കൊടുത്താ പോരെ? കാർഡ് ബ്ലോക്കാണ് അച്ഛാ. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്നാ പറഞ്ഞത്. കാശാൻ തരാം, നീ മേലിലേക്കല്ലേ, ഞാൻ എടുത്തിട്ട് വരാം. ഒരു 3 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്, ബാക്കി മതി. നീ മേലിലേക്കല്ലേ, അപ്പോഴേക്കും ഞാൻ കാശ് എടുത്തിട്ട് വരാം. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ അയക്കാടാ. നീ കാശുമായിട്ട് വാ. എനിക്ക് ഈ സ്ലീപ്പിംഗ് പിൽസ് മതി നിന്റെ യാത്ര മുടക്കാൻ. എന്താ നീ വേഗം ചെന്ന് കൊടുക്കാൻ നോക്ക്. സൂര്യ, എന്തേലും കഴിച്ചിട്ട് പോമോനെ. വേണ്ടമ്മേ, ഇപ്പൊ കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. അത് കഴിച്ചു കഴിയുമ്പോ ശരിയായിക്കോളും. വേണ്ടമ്മേ, ഞാൻ പോവാ. കണ്ടോ ദേവേട്ട, ഇവനിപ്പോ ഞാൻ കൊടുക്കുന്ന ഒന്നും പിടിക്കുന്നില്ല. സൂര്യ, നീ അത് വാങ്ങി കഴിക്ക്, വെറുതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഇതെങ്കിലും നീ കഴിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വിടില്ല. കഴിക്കും മോനെ, എന്റെ അമ്മയല്ലേ തരുന്നത്. നീ അത് വാങ്ങി കഴിക്ക്. ഹലോ, ഓക്കെ ഓക്കെ, ഞാൻ അതാ പുറപ്പെടുക. 1 മണിക്കൂറിനകം എത്തും. അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഞാൻ വരാം. മോനെ കഴിക്കും മോനെ. ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? ഞാൻ നിന്നെ പ്രസവിച്ചു പോയില്ലേ?
എന്നോടാണല്ലേ നിന്റെ വാശി? നിന്റെ കാശ് കൊണ്ട് ഭാവന രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. എന്നോട് കളിച്ച കളി ഞാൻ പഠിപ്പിക്കുമെന്ന് ഇന്നത്തോടെ നീ മനസ്സിലാക്കിക്കോ. എന്തായി അമ്മ? എനിക്കിത് കാണാൻ വയ്യ സേതു. എന്റെ മോളെ കിടക്കുന്നത് കാണുമ്പോ എന്റെ നെഞ്ചൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു. എന്റെ ഈശ്വര, എത്രയും വേഗം എന്റെ കുഞ്ഞിന് ഓപ്പറേഷൻ നടക്കണേ. എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തരുതേ. സൂര്യാകെ വിഷമിച്ചാ പോയത്. പാവം, എത്രമാത്രം വേദന സഹിച്ച അവൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് സൂര്യേട്ടന്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ എങ്ങനെ ബ്ലോക്ക് ആയതെന്നാ. അതിലെനിക്ക് സംശയമുണ്ട് സേതോട്ടാ. ആരോ മനഃപൂർവ്വം ചെയ്ത പോലെ ഉണ്ട്. കാശിന്റെ കാര്യമല്ലേ? ഇതാരോ സൂര്യേട്ടന് പണി കൊടുത്തതാവും. എന്നാ പിന്നെ ജയനിർമ്മല ആന്റി ആയിരിക്കും. ആന്റിക്ക് മാത്രമേ ഇങ്ങനത്തെ ദുഷ്ടചിന്തകളൊക്കെ തോന്നും. കാശല്ലേ, പെട്ടെന്ന് ആരും വിട്ടുകളിക്കത്തില്ല. അതും ലക്ഷങ്ങൾ. ഇപ്പൊ തന്നെ ഭാവനയ്ക്ക് വേണ്ടി എത്ര ലക്ഷം രൂപയാ സൂര്യ ചെലവാക്കിയിട്ടുള്ളത്. അവന്റെ സ്നേഹത്തിന്റെ മുന്നിൽ എന്റെ മോള് തോറ്റുപോയില്ലേ?